വേമ്പനാട് കായലിന്റെ തീരങ്ങളിൽ കക്കയെ ആശ്രയിച്ച് ജീവിക്കുന്നത് പതിനായിരങ്ങളാണ്. പഴയതുപോലെ കക്ക ലഭിക്കുന്നില്ല. തീരഗ്രാമങ്ങളിൽ എവിടെ ചെന്നാലും കേൾക്കുന്നത് ഈ പരിദേവനം മാത്രം. മുൻവർഷത്തെ അപേക്ഷിച്ച് കക്കയുടെ ലഭ്യതയിൽ 20% കുറവാണ് ഇത്തവണ ഉണ്ടായത്. ഇത്തവണ 1 ലക്ഷത്തോളം പാട്ട കക്കയുടെ വരവിൽ കുറവ് വന്നിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മല്ലിക്കക്ക തന്നെ, ചെറിയ കക്ക തന്നെ ഇത് വീഴുമ്പോൾ തന്നെ കുറച്ചധികം തൊഴിലാളികൾ അത് വാരി നശിപ്പിക്കുന്നു. കായൽ ടൂറിസം വൻ വേഗതയിലാണ് വികസിക്കുന്നത്. ഒപ്പം കായൽ മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളും കായലിൽ പ്രകടം. ഇതെല്ലാം കൂടിയാവുമ്പോൾ കായലിൽ കക്കയ്ക്ക് പഴയതുപോലെ വളരാനാവുന്നില്ല. വേമ്പനാട് കായലിലെ തെക്ക് ഭാഗത്തുള്ള കക്കയുടെ അളവ് കുറഞ്ഞതിനൊരു പ്രതിവിധിയായി പ്രത്യുൽപാദനം കൂടിയ കായൽ ബണ്ടിന് വടക്ക് ഭാഗത്ത് നിന്ന് തൊഴിലാളികൾ ശേഖരിച്ച് മറ്റു രീതിയിൽ വിൽക്കുന്ന കക്ക കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയും കായലിന് തെക്ക് ഭാഗത്ത് ഇത് വളരാൻ അനുയോജ്യമായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വേമ്പനാട് കായലിന്റെ തീരങ്ങളിലെ ആയിരങ്ങളാണ് കക്ക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. ഈ കായലിനെ സംരക്ഷിക്കാതെ ഈ മേഖലയെ സംരക്ഷിക്കാനാവില്ല. പീപ്പിൾ ടിവിക്ക് വേണ്ടി മുഹമ്മയിൽ നിന്ന് കെ രാജേന്ദ്രൻ.